എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട്. പരീക്ഷയില്ല, നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനമുള്ളത്. താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ വരുന്ന ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന പാഴ്വസ്തു സംസ്കരണ ശേഖരണ കേന്ദ്രത്തിലേക്ക് ഒഴിവുള്ള സെക്യൂരിറ്റി സ്റ്റാഫ് അറ്റൻഡർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവരെ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 50 വയസ്സിന് താഴെയായിരിക്കണം. 2 തസ്തികയ്ക്കും ഓരോ ഒഴിവാണുള്ളത്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ തസ്തികയുടെ പേര് സെക്യൂരിറ്റി സ്റ്റാഫ്, അതുപോലെ തന്നെ അറ്റൻഡറുമാണ്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് ആണ്. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഇൻ്റർവ്യൂ ഡേറ്റ് ജനുവരി 21 സമയം രാവിലെ 11 മണിക്കാണ്. ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ്, 2ാം നില, സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ്, വഴുതക്കാട്, തിരുവനന്തപുരം 10. ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വഴുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ദിവസവേതനം വരുന്നത് ഡെയിലി 730 രൂപയാണ്. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പരിചയം, തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് പകർപ്പുകളും സഹിതം ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ 9447792058. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫ് അറ്റൻഡർ തസ്തികയിലേക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഡേറ്റ് മറക്കണ്ട, ജനുവരി 21. താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.